നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താലും കിർജാസ്കിയും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1959-ലാണ്. ഈ ഗെയിമിൽ താൽ വൈറ്റ് സൈഡും കിർജാസ്കി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റോയൽ ഓപ്പോസ് ഓപ്പണിംഗ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് A6 ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. മോർഫി ഡിഫൻസ് ആണ്. വൈറ്റ് ബിഷപ്പിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ E4 പോകുന്നതൊരു അറ്റാക്കാണ്. വൈറ്റിന് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ D3 ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം, അത് ആൻഡേഴ്സൺ വേരിയേഷൻ ആണ്. അല്ലെങ്കിൽ നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് താരാഷ് വേരിയേഷനിലേക്ക് പോവാം. അതുമല്ലെങ്കിൽ ക്വീനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. താലിവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. കിങ്സിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ട് ആ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിനെ എടുക്കുന്നതാണ് ഓപ്പൺ വേരിയേഷൻ. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഓപ്പൺ വേരിയേഷനിലേക്ക് പോകുന്നില്ല. ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലോസ്ഡ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് E4 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് B5 ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F7ലേക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യുന്നു. അടുത്തായി വൈറ്റ് C3 ചെയ്തതോടെ ബ്ലാക്ക് വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞ മാർഷൽ അറ്റാക്കിലേക്ക് പോവുകയാണ്. D5 ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന്റെ E5 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. മാർഷൽ അറ്റാക്കിൽ സാധാരണ ബ്ലാക്ക് ഈ E5 പോണിനെ സാക്രിഫൈസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് D5 പോണിട്ടെടുക്കുമ്പോൾ വൈറ്റിനെ നൈറ്റ് വെച്ച് E5 പോണിട്ടെടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു പോണിനെ നഷ്ടപ്പെടുത്തി കളിക്കുന്നില്ല. ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നുമില്ല. പകരം E4 ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ താലും ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. ബ്ലാക്കും പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. വൈറ്റിനെ പോണെങ്കിൽ ക്വീന് വെച്ച് ആ പോണിനെ എടുക്കാം. അല്ലെങ്കിൽ G3 ചെയ്തുകൊണ്ട് ഈ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കാം. എന്നാൽ താലിവിടെ ഇത് രണ്ടും ചെയ്യുന്നില്ല. D4 ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ പോൺ വെച്ച് G2 പോണിനെ എടുക്കാം. എന്നാൽ ബ്ലാക്കും ഇപ്പോൾ പോൺ വെച്ച് പോണിനെ എടുക്കുന്നില്ല. പകരം ബിഷപ്പിനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റിനിപ്പോഴും ക്വീന് വെച്ച് ആ പോണിനെ എടുക്കാനോ അല്ലെങ്കിൽ G3 ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ഈ പോണിൻ്റെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കാനോ അവസരമുണ്ട്. എന്നാൽ താലിപ്പോഴും അതിന് ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവാണ് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഗ്രീക്ക് ഗിഫ്റ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാതെ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കണം. ബ്ലാക്ക് അത് തന്നെയാണ് ചെയ്യുന്നത്. ബിഷപ്പ് വെച്ച് H2 പോണിനെ എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഈ പിന്നിങ്ങുള്ള നൈറ്റിനെ പിന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് G4ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ G1ലേക്ക് അല്ലാതെ ഈ 3 സ്ക്വയറിലേക്ക് എവിടേക്ക് തന്നെ മാറിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. നമ്മളെന്തായാലും ഇപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ വൈറ്റ് G1ലേക്ക് മൂവ് ചെയ്ത കാരണം ഇവിടെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയില്ലെങ്കിലും ബ്ലാക്കിന് സാക്രിഫൈസ് ചെയ്ത പീസിനെ തിരിച്ചെടുക്കാൻ അവസരമുണ്ട്. ക്വീന് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ വളരെ അപകടകാരിയായിട്ടുള്ള നൈറ്റും ക്വീനും വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പോരാ തന്നെ ഒരു പോണിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് താലിവിടെ ആദ്യം ആ പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ക്വീന് വെച്ച് പോണിനെ എടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിനായിട്ട് അടുത്ത പീസുകൾ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം ബിഷപ്പിനെ F5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. വൈറ്റും നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ബ്ലാക്ക് H5 ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ടൂടെ കൊടുക്കുന്നതോടൊപ്പം ഇവിടെ കിങ്ങിന് പൂജയുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു.
ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ F7 പോൺ ഈ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണുള്ളത്. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ H7 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. ഇത് ഒരു പോൺ സാക്രിഫൈസുടെയാണ്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ ആ ബിഷപ്പ് പിന്നിങ്ങിലാവും. അതുകൊണ്ട് തന്നെ നൈറ്റിനെ H6 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താലിപ്പോൾ ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നില്ല, പകരം മറ്റൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ C2 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു പിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ഡിസ്കവറി ചെക്ക് കൊടുക്കുകയും ബ്ലാക്കിൻ്റെ ക്വീനെ നേടിയെടുക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വേഗത്തിൽ തന്നെ മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ E1 കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് F5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E7 മൂവ് ചെയ്തുകൊണ്ട് C7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം F4 മൂവ് ചെയ്യുന്നു. എന്നാൽ താലും ഇവിടെ ബ്ലാക്കിൻ്റെ അറ്റാക്കിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, തൻ്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. D5 മൂവ് ചെയ്യുന്നു. ഇവിടെ രണ്ടുപേരും എതിരാളികളുടെ പ്ലാനിങ് നടപ്പിലാക്കാൻ അനുവദിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ അറ്റാക്ക് വളരെ സ്ട്രോങ് ആണ്. കാരണം ബ്ലാക്കിനിപ്പോൾ നൈറ്റ് വെച്ച് H2 സ്ട്രോങ് ആയിട്ടൊരു കൺട്രോൾ ഉണ്ട്. ഇനി ക്വീനിനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. ഏതൊരു പ്ലെയർ ആണെങ്കിലും ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാതെ വേറെ ഒന്നും മൂവ് ചെയ്യില്ല. എന്നാൽ താലിവിടെ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. അദ്ദേഹം പോണുകളെ മാത്രം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ മുന്നോട്ട് പോവുകയാണ്. ക്വീനിനെ കൂടെ H4 കൊണ്ടുവന്ന് H2 സ്ക്വയറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ഇനി എന്തായാലും ക്വീനെ H3 കൊണ്ടുവന്ന് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ബ്ലാക്കിന് നൈറ്റിനും ക്വീനും F2 കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പോണിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പോൺ വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ക്വീൻ H2 ഒന്ന് ചെക്ക് വരും. ഇങ്ങനെ എന്തുകൊണ്ടും വൈറ്റിൻ്റെ കിങ് വലിയൊരു അപകടത്തിലാണെന്ന് പറയാം. എന്നാൽ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും വലിയൊരു അറ്റാക്ക് വന്നിട്ടും താലിന് യാതൊരു കുലുക്കവുമില്ല. അദ്ദേഹം അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും പോണുകൾ തന്നെ മൂവ് ചെയ്യാണ്. D6 മൂവ് ചെയ്യുന്നു. എന്തായാലും ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ക്വീന് വെച്ച് H2 പോണിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. വൈറ്റ് കിങ്ങിനെ F1 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ക്വീന് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് കിങ്ങിനെ E2 മൂവ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്കും വരും. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ഇവിടെ വളരെ മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് ഒരു ടാക്ടിക് ഉപയോഗിക്കുകയാണ്. ക്വീനെ H4 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ H2 സ്ക്വയർ ഫ്രീ ആയിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ H2 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാനാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. ഇപ്പോൾ കിങ്ങിനെ G1 മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ വീണ്ടും ക്വീന് വെച്ച് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിങ്ങിനെ E2 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ രണ്ട് റൂക്കുകൾ തമ്മിലുണ്ടായിരുന്ന കണക്ഷൻ കട്ടായിരിക്കുകയാണ്. ആ റൂക്കിനെതിരെ ഇപ്പോൾ ക്വീന് വെച്ച് അറ്റാക്ക് ഉണ്ട്. ആ റൂക്കിനിപ്പോൾ ഈ പോണിൻ്റെ സപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. ഈ റൂക്കിനുള്ള സപ്പോർട്ട് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് പ്രശ്നമൊന്നുമില്ല. കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നതോടൊപ്പം റൂക്കുകൾ തമ്മിൽ വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടുന്നില്ല, പകരം റൂക്കിനെ D8 കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ എവിടേക്കെങ്കിലും സേഫ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടി ആ പോണിനെ എടുത്തുകൊണ്ട് D5 ഓപ്പൺ ചെയ്യാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അത് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റിനിപ്പോൾ ആ പോണിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ക്വീന് വെച്ച് ഈ റൂക്കിനിട്ട് എടുക്കും. ഇതോടെ വൈറ്റിൻ്റെ കിങ് സെൻറ്ററിൽ തന്നെ സ്റ്റക്കായിരിക്കുകയാണ്. ബ്ലാക്കിന് ഇപ്പോഴും നൈറ്റും ക്വീനും ഉപയോഗിച്ച് F2 സ്ക്വയറിലേക്ക് നല്ലൊരു കൺട്രോളുണ്ട്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഇത്രയും അപകടം പിടിച്ച ഒരു പൊസിഷനിൽ നിന്നും വൈറ്റിനെ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പൊസിഷനിൽ ഒരു സാധാരണ പ്ലെയർ ചിന്തിക്കുന്നത് എന്തായാലും വരുന്നത് വരട്ടെ, എങ്ങനെയെങ്കിലും ഈ കിങ്ങിനെയും കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാമെന്നായിരിക്കും. എന്നാൽ ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്നത് മിഖായൽ താലാണ്. അദ്ദേഹം ഇവിടെ സിമ്പിളായിട്ട് കിങ്ങിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ അറ്റാക്കുള്ള പോണിനെ റൂക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല. E1 റൂക്കിനെ H1 മൂവ് ചെയ്തുകൊണ്ട്
ബ്ലാക്കിൻ്റെ ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്, അതൊരു റൂക്ക് സാക്രിഫൈസും ആണ്. ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്, ക്വീന് വെച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. വൈറ്റിൻ്റെ അടുത്ത മൂവിന് ശേഷമാണ് ബ്ലാക്കിന് കാര്യം മനസ്സിലാകുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ H4 തന്നെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ വൈറ്റിന് ക്വീനിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. കാരണം ആ ക്വീനും നൈറ്റിനും F2 സ്ക്വയറിലേക്ക് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ H1 വന്നത് കാരണം ഇനി വൈറ്റിന് ക്വീനെ എങ്ങോട്ടുണ്ടെങ്കിലും മാറ്റാം. വൈറ്റ് ക്വീനെ മാറ്റാണ്, ക്വീനെ E4 പോയതുകൊണ്ട് ഇങ്ങനൊരു മെയ്റ്റിന് ത്രെഡ് കൊടുക്കുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക് മേറ്റാണ് ലക്ഷ്യം. ഇപ്പോൾ വൈറ്റിന് 7ാം നിരയിൽ ഒരു റൂക്കുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിനിപ്പോൾ പോൺ പുഷ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ അടുത്ത 3 മൂവിൽ ചെക്ക് മേറ്റാണ്. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്താലും ആദ്യം റൂക്കിനെ H7 കൊണ്ടുവന്ന് റൂക്കിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. അത് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റാണ്. അക്സെപ്റ്റ് ചെയ്താലും ക്വീൻ വെച്ച് പോണിനെ വിട്ട് ചെക്ക് വരും. ഇപ്പോൾ H8 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ആ സമയത്ത് ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്കാൻ ശ്രമിക്കുന്നില്ല, പകരം നൈറ്റിനെ F6 മൂവ് ചെയ്തുകൊണ്ട് H7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ക്വീനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ G6 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു മെയ്റ്റിൻ ത്രെഡ് കൊടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്കിൻ്റെ സഹായത്തോടെ ക്വീൻ വെച്ച് പോണിട്ട് എടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആണ്. ബ്ലാക്ക് അതും ഡിഫെൻഡ് ചെയ്യാണ്, റൂക്കിനെ G8 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ പല രീതിയിൽ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. താലയുടെ വ്യത്യസ്തമായ രീതിയിലാണ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. ആദ്യം പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്, റൂക്കിനെ F8 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ കാര്യങ്ങളെല്ലാം സേഫ് ആയിരിക്കുകയാണ്. ഇനി പെട്ടെന്നൊരു ചെക്ക്മെൻറ്റുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകളെല്ലാം അവസാനിച്ചു എന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല, ശരിക്കുള്ള അറ്റാക്ക് ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇനി വീഡിയോ പോസ് ചെയ്യാൻ പറയുന്നില്ല. താല്പര്യമുള്ളവർ ഓരോ മൂവിന് ശേഷവും അടുത്ത മൂവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അടുത്തായിട്ട് വൈറ്റ് ഒരു ക്വീൻ സാക്രിഫൈസിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള ക്വീനെ അല്ല, പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കിക്കൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ വൈറ്റിന് ഒരു എക്സ്ട്രാ ക്വീൻ ആവും. അതുകൊണ്ട് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്, റൂക്ക് വെച്ച് ക്വീനിട്ട് എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ C6 പോണിനെതിരെ അറ്റാക്കുമാണ്. ആ പോണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നേരത്തെ ക്വീൻ സാക്രിഫൈസിന് ഒരു പഞ്ച് പോരാത്തതുകൊണ്ടും വൈറ്റ് ഇവിടെ അടുത്ത ക്വീനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീന് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റൂക്ക് വെച്ച് പോണിട്ടാനോ പറ്റില്ല. എന്നാൽ വൈറ്റിനിവിടെ ഇനി അടുത്ത 2 മൂവിൽ വിജയിക്കാൻ കഴിയും. അതായത് ബ്ലാക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ക്വീനെ H6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. അതും ഒരു ക്വീൻ സാക്രിഫൈസ് ആണ്. അപ്പോൾ എന്തായാലും പോൺ വെച്ച് ക്വീൻ ഇട്ടെടുക്കേണ്ടി വരും. ആ സമയത്ത് നേരത്തെ കണ്ടുപോലെ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാം. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ആദ്യം ഒരു ചെക്ക് കൊടുക്കുകയാണ്, F3 മൂവ് കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് പോൺ വെച്ച് ആ ചെക്ക് വെട്ടിമാറ്റുന്നു. ഇതോടെ ബ്ലാക്കിന് ഈ G5 ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്വീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഒരു ചെക്ക് മേറ്റ് ഫിഷിന് ഒഴിവാക്കാൻ കഴിയും. എന്നാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് കൊണ്ടുവരാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ക്വീന് വെച്ച് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഏറ്റവും വലിയ അറ്റാക്കിംഗ് പീസ് എന്ന് പറയുന്നത് ഈ റൂക്കാണ്. ആ റൂക്കിനെ അവിടുന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ബ്ലാക്കിന് ഒരു പരിധിവരെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ആ റൂക്കും വൈറ്റിൻ്റെ കിങ്ങും ഒരേ ഫയലിലാണുള്ളത്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്, റൂക്കിനെ E8 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ പിൻ ചെയ്യുന്നു. ഇനി ബ്ലാക്കിന് ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. വൈറ്റിൻ്റെ റൂക്ക് പിന്നിങ്ങിരാതെ കാരണം ഈ റൂക്ക് വെച്ച് പിന്നീട് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ വൈറ്റിനിപ്പോൾ ആ റൂക്കിനെ വെട്ടിയെടുക്കാനും പറ്റില്ല. അങ്ങനെ റൂക്ക് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ ബ്ലാക്കിന് ഒരു ചെക്കോട് കൂടി ആ റൂക്കിനെ തിരിച്ചു വെട്ടിയെടുക്കാൻ കഴിയും. വൈറ്റ് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ ഒഴിവാക്കിയാലും വൈറ്റിന് ഈ ക്വീൻ നഷ്ടപ്പെടുകയും ബ്ലാക്ക് ഗെയിം വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റൂക്ക് അറ്റാക്ക് വളരെ സ്ട്രോങ് ആണ്. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ താൽ ഈ പ്രശ്നം പരിഹരിക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ 2 പീസുകളെയും അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ബിഷപ്പിനെ E4 മൂവ് ചെയ്തുകൊണ്ട്
ഈ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോഴും ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പിന് h7 കൺട്രോൾ ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ ചെക്ക്മേറ്റ് സംഭവിക്കും. അല്ലാതെ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ നേരത്തെ കണ്ട തന്നെ ക്വീൻ വെച്ച് h6 ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിന് കിട്ടുന്നു, വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ നിലവിൽ ചെക്കില്ലാത്തതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ c1 കൊണ്ടുവന്ന് g6 ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം b2 പോകേണ്ടവരെയും അറ്റാക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് താൽ വീണ്ടും ഒരു മേറ്റിംഗ് ത്രെഡ് കൊടുക്കുകയാണ്. ക്വീനെ e5 കൊണ്ടുവന്ന് h5 പോണെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ വൈറ്റിന് h5 പോണ്ടയുടെ അടുത്ത് ചെക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. എന്നാൽ ബ്ലാക്കിനിവിടെ ഒരു ചെക്കോട് കൂടി b2 പോണ്ടയുടെ എടുക്കാൻ അവസരമുണ്ട്. ബ്ലാക്ക് ക്വീൻ വെച്ച് പോണ്ടയുടെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു, വൈറ്റ് കിങ്ങിനെ f1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീനെ c1 തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു, വൈറ്റ് കിങ്ങിനെ g2 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ക്വീനെ h6 കൊണ്ടുവന്ന് h5 പോണ്ണെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് താൽ അടുത്ത പോണ്ണെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് c7 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് റൂക്കിനെ c8 കൊണ്ടുവന്ന് ആ പോണ്ണെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനെ ക്വീനെ f5 കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെ അറ്റാക്കും അതുപോലെ h7 ഒരു കൺട്രോളും കൊണ്ടുവരാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ c8 കൊണ്ടുവരുന്നില്ല, പകരം f8 മൂവ് ചെയ്തുകൊണ്ട് f5 ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. അടുത്തായി വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു മികച്ച മൂവ് വരെയാണ്. ക്വീനെ f5 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പോണ്ണെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി മാറ്റാം. ഇപ്പോൾ ചെക്കുമാണ്, റൂക്കിനെതിരെ അറ്റാക്കുമാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം g6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം റൂക്കിനെ ക്വീന് വെച്ച് സപ്പോർട്ടും ചെയ്യുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റ് ഈ പ്രശ്നം എങ്ങനെയായിരിക്കും പരിഹരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ക്വീന് വെച്ച് റൂക്കിനായിട്ട് എടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു ഫോർക്കിൻ ചെക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ക്വീന് വെച്ച് ക്വീനായിട്ട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ വൈറ്റിന് ബിഷപ്പാണുള്ളത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു എൻഡ് ഗെയിമിൽ ബ്ലാക്കിന് ഈസിയായിട്ട് വിജയിക്കാൻ കഴിയും. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ ഗെയിമിൽ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വൈറ്റിൻ്റെ ഈ ഒരു പാസ്ഡ് പോണാണ്. വൈറ്റ് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ b7 മൂവ് ചെയ്തുകൊണ്ട് c8 കൺട്രോൾ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ക്വീനെ പിൻ ചെയ്യുകയും ആ ക്വീനെ നേടിയെടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്കിന് ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരു ചെക്ക് കൊടുക്കാനുള്ള അവസരമില്ല. അല്ലാതെ ഇങ്ങനൊരു പിൻ വരുന്നത് തടയുന്നതിനായിട്ട് ആദ്യം തന്നെ കിങ്ങിനെ എവിടെ നിന്ന് മാറ്റിയാലും പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ക്വീനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ വൈറ്റിന് ഒരു എക്സ്ട്രാ പീസ് ആവും. അല്ലാതെ ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും ഒരു എക്സ്ട്രാ പീസ് ഉള്ളതുകൊണ്ട് വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. അതെല്ലാം മനസ്സിലായതുകൊണ്ടാണ് ഈ പൊസിഷനിൽ ബിഷപ്പ് b7 വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഒരുപാട് മികച്ച മൂവുകളും ഒരു ലോഡ് സാക്രിഫൈസുകളുള്ള വളരെ മികച്ചൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.